പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് പ്ലസ് അതിന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പി.വി. അൻവറിനെ സഹകരിപ്പിക്കാൻ UDF തീരുമാനം. ഇന്ന് ചേർന്ന UDF നേതൃയോഗത്തിലാണ് തീരുമാനം. എങ്ങനെ സഹകരിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി. അൻവറിന്റെ കാര്യം ചർച്ച ചെയ്തെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് UDF കൺവീനർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അൻവറിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. അൻവർ ഇൻ തൃണമൂൽ ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അഡ്വക്കേറ്റ് VS മനോജ് കുമാർ, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മനോജ് കുമാർ, സ്വാഗതം ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്. PV അൻവർ മാത്രമാകുമോ UDFിലേക്ക് എത്തുക, അതോ തൃണമൂൽ കോൺഗ്രസ് ആകെ എത്തും? ശ്രീ PV അൻവർ മാത്രമായി UDFിൽ എത്താൻ കഴിയില്ല. ശ്രീ PV അൻവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനൊപ്പമേ ശ്രീ PV അൻവറിന് UDFിൽ എത്താൻ കഴിയൂ. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറാണ്. സംസ്ഥാന കൺവീനർ തൃണമൂൽ കോൺഗ്രസിൻ്റെ എന്ന നിലയിലാണ് അദ്ദേഹം UDFിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനും അതുപോലെ തന്നെ കൺവീനർ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾക്കെല്ലാം അദ്ദേഹം കത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടു കൂടി മാത്രമേ ശ്രീ PV അൻവറിന് UDFിൻ്റെ ഭാഗമാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് PV അൻവറിനെ മാത്രമായി UDFിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അഡ്വക്കേറ്റ് VS മനോജ് കുമാർ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് മമതാ ബാനർജിയുമായും തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജിയുമായും തൃണമൂൽ കോൺഗ്രസുമായി എടുക്കുന്ന നിലപാടുകൾ സമീപകാലത്ത് നമുക്ക് അറിയാവുന്നതാണ്, തിരിച്ചെടുക്കുന്ന നിലപാടുകളും. ആ അർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ ഭാഗമാകാൻ സാധിക്കുമെന്ന് പ്രായോഗികമായി കരുതുന്നുണ്ടോ? അല്ല, പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരുടെ മുന്നണികൾ രൂപീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ NCP ഓരോ സ്റ്റേറ്റുകളിലും ഏതെല്ലാം കക്ഷികളുമായിട്ടാണ് മുന്നണി എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാകും. പല സ്റ്റേറ്റുകളിലും പല രൂപത്തിലാണ്. കേരളത്തിൽ തന്നെ NCP ഇടതുപക്ഷത്തോടൊപ്പം, മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനോടൊപ്പമാണ്. അതുപോലെ തന്നെ RSP 2000 കേരളത്തിൽ UDFിനൊപ്പം വരുമ്പോൾ RSPയുടെ പശ്ചിമ ബംഗാൾ ഘടകം ഇടത് മുന്നണിക്കൊപ്പമാണ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, അവിടെ ഇടത് മുന്നണിയായിരുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഒരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാട്, ഇങ്ങനെ എത്രയോ രാഷ്ട്രീയ കക്ഷികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തൃണമൂൽ കോൺഗ്രസിന് ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതാണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് BJP സഖ്യമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ സഖ്യമായിട്ടോ ഒരിടത്തും ചങ്ങാത്തമില്ല. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലാവട്ടെ, ത്രിപുരയിലാവട്ടെ, ഗോവയിലാവട്ടെ, ആസാമിലാവട്ടെ, മേഘാലയയിലാവട്ടെ, ഇവിടെ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പാർട്ടി തനിച്ച് മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ലല്ലോ. പക്ഷെ തനിച്ച് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെതിരെയാണ് മത്സരിക്കുന്നത്. അത് കോൺഗ്രസിനെതിരെയാണ് അഡ്വക്കേറ്റ് മനോജ് കുമാർ മത്സരിക്കുന്നത്. അല്ല, കോൺഗ്രസിനെതിരെ എന്ന് പറയുമ്പോൾ കോൺഗ്രസും CPM-ഉം ചേർന്ന് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയും മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആ രൂപത്തിൽ ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ കക്ഷികളും ഓരോ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് PV അൻവർ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനിവാര്യമാണ്, മുന്നണിക്ക് കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് UDF നേതൃത്വത്തിനുണ്ടായിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ശ്രീ PV അൻവർ കൊടുത്ത കത്തിനെ അവർ UDF നേതൃത്വം പരിപൂർണ്ണ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇനി ആ മുന്നണി പ്രവേശനം എങ്ങനെയെന്നുള്ള പ്രശ്നമാണല്ലോ താങ്കൾ ചോദിച്ചത്. തീർച്ചയായും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായിട്ട് ശ്രീ PV അൻവർ നാളെ രാവിലെ അദ്ദേഹം പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത് എന്ത് രാഷ്ട്രീയ തീരുമാനം കേരളത്തിൽ കൈക്കൊള്ളണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയായിരിക്കും അദ്ദേഹം 2 ദിവസങ്ങൾക്ക് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്ന് മടങ്ങി വരിക. അതിനുശേഷമായിരിക്കും എന്താണെങ്കിലും UDF നേതാവ് UDF ചെയർമാൻ ശ്രീ VD സതീശൻ ഈ UDF തീരുമാനവും അതുപോലെ ഹൈക്കമാൻഡ് തീരുമാനവും ശ്രീ PV അൻവറെ അറിയിക്കുകയുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും അനുയോജ്യമായ ഒരു സാഹചര്യം കൃത്യമായി രൂപപ്പെടുമെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം, കേരള നേതൃത്വം വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തത്. അഡ്വക്കേറ്റ് VS മനോജ് കുമാർ, അങ്ങനെയെങ്കിൽ ആ ഒരു തീരുമാനം പോസിറ്റീവ് ആകുന്നില്ല. പക്ഷേ നമുക്കറിയാം, സമീപകാലത്ത് നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ശ്രീ PV അൻവർ നടത്തിയിട്ടുണ്ട്. DMK ഉൾപ്പെടെ അങ്ങനെ പലവിധ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ UDF അഡമൻ്റായി അല്ലെങ്കിൽ കോൺഗ്രസ് അഡമൻ്റായി ഒരു നിലപാട് പറയുകയാണ്. തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് വരണമെന്ന് പറയുകയും PV അൻവർ ആ വിധത്തിലൊരു നീക്കം നടത്തുകയും ചെയ്യുമെന്നൊരു ആശങ്ക തൃണമൂൽ കോൺഗ്രസിലുണ്ടോ? ഒരിക്കലുമില്ല. ശ്രീ PV അൻവറിനോട് അങ്ങനെ പറയേണ്ടതായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്ന് തൃണമൂൽ സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നേയില്ല. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ ശ്രീ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നൊരു ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു.
ആ ഒരു മൂവ്മെൻറ്റിനെ ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റിയെടുക്കാൻ മാത്രമാണ് ഈ മൂവ്മെൻറ്റിനോട് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആ മൂവ്മെൻറ്റിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പരിഗണിക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ മാറുകയോ ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി അല്ലായിരുന്നെങ്കിലും DMK ഇവിടെ പാലക്കാട് ഉൾപ്പെടെ ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വതന്ത്രമായി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ, പ്രചരണത്തിന് ഇറങ്ങിയില്ലേ DMKയുടെ ബാനറിൽ? അതെ 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 അത് അത് അങ്ങ് തന്നെ പറഞ്ഞ് ശരിയാണ്. സ്വതന്ത്രനായാണ് നിർത്തിയത്. ഞങ്ങളുടെ രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചിറങ്ങുകയായിരുന്നു. ഒരു മൂവ്മെൻറ്റ് രൂപപ്പെട്ട് 13 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണച്ചു. ആ 13 ദിവസം മാത്രം പിന്നിട്ട ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വളരെ ഭേദപ്പെട്ട ഒരു വോട്ടാണ് അത് ലഭിച്ചത്. അതായത് 3920 വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു വോട്ടല്ല, ഒരു ബൈ ഇലക്ഷനാണ്. ആ ബൈ ഇലക്ഷനിൽ മാന്യമായൊരു വോട്ട് നേടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. അതുകൊണ്ട് അന്ന് ലഭിച്ച വോട്ടും വലുതാണ്. ഇന്ന് ഞങ്ങളുടെ പാർട്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. കേരളത്തിൽ പിന്നെ മുഴുവൻ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളാകുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് 84ഓളം നിയമസഭാ മണ്ഡലങ്ങളിലെ കമ്മിറ്റികളായി വരുന്നു. അതുപോലെ പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല കമ്മിറ്റികൾ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ എല്ലാ തലത്തിലുള്ള പ്രവർത്തനം വളരെ ശക്തമായി നടന്നു വരികയാണ്. ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 3 മാസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി സമരങ്ങളിൽ പങ്കാളികളാവാൻ ഞങ്ങൾ കഴിഞ്ഞു. ലഹരിക്കെതിരെ മനോജ് കുമാർ, ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട കരുത്തെന്ന് പറയുന്നത് അണികളാണല്ലോ. അണികൾ ആർക്കൊപ്പമാണ് യഥാർത്ഥത്തിൽ? PV അൻവറിൻ്റെതായ ഒരു വലിയ ആരാധക വൃന്ദം അദ്ദേഹത്തിനെ സമൂഹ മാധ്യമങ്ങളിൽ അല്ലാത്ത വിധത്തിൽ പല പരിപാടികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ആരാധക വൃന്ദത്തെ മുഴുവൻ തൃണമൂൽ കോൺഗ്രസ് ആക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനി PV അൻവർ ഒരു വൈരുദ്ധ്യപരമായ നിലപാടെടുത്താൽ അണികൾ PV അൻവറിനൊപ്പം പോകുമോ? യഥാർത്ഥത്തിൽ ഇതെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആശയ അടിത്തറയിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? അല്ല, PV അൻവറിലൂടെ ഞാൻ എടുത്തു പറയാം, ശ്രീ PV അൻവറിലൂടെ PV അൻവറിൻ്റെ അങ്ങ് വിശേഷിപ്പിച്ചതുപോലെ ആരാധകരുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വിഭാഗമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ഒരു മഹാപിൻബലത്തിലൂടെയാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളത്. PV അൻവറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അത് കേന്ദ്ര നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ശ്രീ PV അൻവറിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും കേരളത്തിലെ സംസ്ഥാനത്തെ കൺവീനറായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ അവർക്ക് തൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ നാളെ ശ്രീ PV അൻവറിനെ പശ്ചിമ ബംഗാളിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് മനോജ് കുമാർ, ഒറ്റ ചോദ്യം കൂടി അവസാനമായി. ഇതിപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണല്ലോ ഈ ചർച്ചകൾക്കെല്ലാം വേഗം കൂട്ടുകയും അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലമ്പൂരിൽ PV അൻവറിനുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇടത് സ്വതന്ത്രനായി 2 തവണ അവിടെ ജയിച്ചു, രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചകൾ ഒരു വിധത്തിലും പുരോഗമിക്കുന്നില്ല. മമതാ ബാനർജിയുടെയോ അഭിഷേക് ബാനർജിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആണ് എങ്കിൽ PV അൻവറിനോട് തന്നെ നിങ്ങൾ പോയി നിലമ്പൂരിൽ മത്സരിക്കൂ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ എന്ത് നിലപാടിലേക്ക് പോകും? അത് ഭാവിയിലുള്ള റണ്ണിംഗ് ആണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് അതിനൊരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ അദ്ദേഹം പശ്ചിമ ബംഗാളിൽ പോയിട്ട് മടങ്ങിയെത്തണം. ഒപ്പം തന്നെ UDF സംസ്ഥാന നേതൃത്വം സാധ്യത ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണല്ലോ. തീർച്ചയായും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി ശ്രീ PV അൻവർ നാളെ ആശയവിനിമയം കൃത്യമായി നടത്തുന്നുണ്ട്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആകാം. ആ ആശയവിനിമയത്തിന് ശേഷം വളരെ കൃത്യമായൊരു നിലപാട് ശ്രീ PV അൻവർ പ്രഖ്യാപിക്കും. കേരളത്തിൽ ഏതാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനാണ് ശ്രീ PV അൻവർ ഇതേവരെ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ നിലപാടിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, വളരെ നന്ദി. അഡ്വക്കേറ്റ് VS മനോജ് കുമാർ, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയത്. ആ നിലപാടുമായി PV അൻവർ പോകുന്നു. UDFിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ ഒന്നാകെ അവർ മുന്നണിയിൽ എടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവും കൂടി ആയിരിക്കും.